ഹായ് എവരി വൺ, എൻ്റെ പേര് ജയ. ഞാനിവിടെ അമേരിക്കയിൽ സീനിയർ സയൻറ്റിസ്റ്റ് ആയിട്ട് കഴിഞ്ഞ 2 മാസം മുന്നേ ഒരു വർക്ക് ചെയ്യുമായിരുന്നു. 2 മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഡ്യൂ ടു സം വിസ ഇഷ്യൂസ്. ഓക്കെ, ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ വീഡിയോയുടെ അടിയിലൊക്കെ മിക്കവാറും ആരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട് എന്ത് ചെയ്യുന്നു, നേഴ്സാണോ അങ്ങനെയൊക്കെ. ഐ തിങ്ക് പീപ്പിൾ ഹാസ് എ കൺസെപ്റ്റ് ലൈക്ക് അമേരിക്കയിലോട്ട് വരുന്നവരെല്ലാവരും നേഴ്സുമാരായിരിക്കുന്നു. നേഴ്സിംഗ് ഒരിക്കലും മോശമായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. നേഴ്സിംഗ് ഇസ് എ വെരി ഗുഡ് പ്രൊഫഷൻ. ലൈക്ക് ഐ അഡ്മയർ ദം എ ലോട്ട്. പക്ഷേ ഞാൻ നേഴ്സല്ല. ലൈക്ക് എനിക്ക് അതിനുള്ള ക്ഷമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ക്ഷമയും മാത്രമല്ല, എനിക്ക് ഹോസ്പിറ്റൽ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വർക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്ക് ഇച്ചിരി പേടിയുള്ള കൂട്ടത്താണ്. സോ ഐ എം നോട്ട് എ നേഴ്സ് ഹിയർ. ഞാൻ സയൻറ്റിസ്റ്റ് ആണ്. ഇവിടെ നേഴ്സ് മാത്രമായിട്ടല്ല, സയൻറ്റിസ്റ്റ് ആയിട്ടും IT പ്രൊഫഷണൽസ് ആയിട്ടും ഒക്കെ വരുന്ന ഒത്തിരി മലയാളികളുണ്ട്. സോ അതൊന്ന് ക്ലിയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഓക്കെ, എനിവേ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഞാൻ ഇവിടുന്ന് നാട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ട് ആം ഐ ഹാപ്പി ഓർ നോട്ട് ഹാപ്പി എന്നുള്ളതാണ് ചോദ്യം അല്ലേ. സോ 75% ഓഫ് മീ ഈസ് ആക്ച്വലി വെരി ഹാപ്പി ടു ഗോ ബാക്ക് ടു ഇന്ത്യ. 25% എനിക്ക് ചെറിയ എന്താണ് വിഷമങ്ങൾ, തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് എന്താ ഉള്ളതെന്നും അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതായിരിക്കും. ചിലപ്പം ഈ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിൽ ഇവിടെ താമസിക്കുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയാലോ. 75% എനിക്ക് തിരിച്ചു പോകാനായിട്ട്, എനിക്ക് ഹാപ്പി ആവാനായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ തന്നെ ചിന്തിച്ചിട്ട് എനിക്ക് തന്നെ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ, എൻ്റെ 35-ാമത്തെ വയസ്സിലാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ ഈ 35 വർഷവും ഞാൻ താമസിച്ചത് കേരളത്തിലാണ്. എൻ്റെ ബന്ധങ്ങളും എൻ്റെ ഓർമ്മകളും എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, ഓൾ ദ എക്സ്പീരിയൻസ് ദാറ്റ് ഹാഡ് ഇൻ മൈ ലൈഫ് ടിൽ ദെൻ ഈസ് ഇൻ കേരള, ലൈക്ക് ഫോർ ദ 35 ഇയേഴ്സ്. അപ്പൊ അതൊരു ഭയങ്കര ലോങ് പീരീഡ് ആണ്. ഒരു മനുഷ്യനൊരു ഇപ്പം എന്താ പറയുന്ന ഒരു ആവറേജ് ആയുസ് 70 വയസ്സെന്നൊക്കെ പറയുവാണെങ്കിൽ, എൻ്റെ ലൈഫിന്റെ ഒരു പകുതി വയസ്സും ഞാൻ ജീവിച്ചത് കേരളത്തിലാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പം എനിക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഈസ് ഓൾവേസ് കേരള. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഈ വന്ന ഒരു ആദ്യത്തെ 5-6 മാസം ഇറ്റ് വാസ് ലൈക്ക് ഹണിമൂൺ പീരീഡ് ഫോർ മീ എന്ന് വേണം പറയാം. കാരണം ഇവിടെ നമ്മൾ മഞ്ഞ് കാണുന്നു, നല്ല സ്ഥലങ്ങൾ കാണുന്നു, ഒത്തിരി പൂക്കൾ കാണുന്നു, വലിയ വലിയ വീടുകൾ കാണുന്നു, ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ, ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്, ഇവിടുത്തെ എന്താ പറയുന്നത്, ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം 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 ഇങ്ങനെ കാണുമ്പോൾ നമ്മളങ്ങ് കണ്ണങ്ങ് മഞ്ഞളിച്ച ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ ആദ്യത്തെ ഒരു 6 മാസം ഞാനങ്ങ് വിചാരിച്ചു എനിക്ക് ഇവിടെ ജീവിച്ചാൽ മതി. ഐ ലൗഡ് ഹിയർ. ലൈക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇവിടെ ജീവിക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പം 6 മാസം കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് ചെറുതായിട്ട് നാട് മിസ് ചെയ്യാൻ തുടങ്ങും. കാരണം ആദ്യത്തെ 6 മാസം നമ്മളിങ്ങനെ ഒരു എക്സൈറ്റിംഗ് പീരീഡിലല്ലോ. അത് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ റിയാലിറ്റിയിലോട്ട് ഇറങ്ങും. അപ്പം നമ്മൾ പതുക്കെ നാട് മിസ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഞാനിങ്ങനെ എനിക്ക് കൺഫ്യൂഷനായി. ലൈക്ക് ഇവിടെ നിൽക്കണോ നാട്ടിൽ പോകണം, ഇവിടെ നിൽക്കണോ നാട്ടിൽ പോകണം. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. ഈ 5 വർഷവും ഐ വാസ് ഇൻ ദിസ് കൺഫ്യൂസ് പീരീഡ്. ഇവിടെ നിൽക്കണോ നാട്ടിൽ പോകണോ, ഇവിടെ നിൽക്കണോ നാട്ടിൽ പോകണം. ഒരു ദിവസം ഒരു 10 തവണയെങ്കിലും നാട്ടിൽ പോകുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഓക്കെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ 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 ഏകദേശം 5 വർഷം ഇങ്ങനെ പോയി കേട്ടോ. ലൈക്ക് ഇവിടെ നിൽക്കണോ അവിടെ നിൽക്കണോ, ഇവിടെ നിൽക്കണോ അവിടെ നിൽക്കണോ എന്നുള്ളൊരു ചിന്തയിൽ പിന്നെ നമ്മൾ ഒരു ലൈഫിൽ ഒരു പോയിന്റിലെത്തും. വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ലൈക്ക് ഇവിടെ എത്ര നാൾ ഇങ്ങനെ പോകാൻ പറ്റും, ലൈക്ക് നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ഞാനിങ്ങനെ എന്നെ ഒരു ലോങ് ടേമിൽ ഞാനിങ്ങനെ ചിന്തിക്കുമ്പം എനിക്കൊരിക്കലും എന്നെ ഇവിടെ ജീവിച്ച് മരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് കാണാനേ പറ്റുന്നില്ല. ഐ കനോട്ട് തിങ്ക് ഓഫ് ലൈക്ക് മീ ലിവിങ് ഹിയർ ഫോർ എവർ ആൻഡ് ലൈക്ക് അത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ ഒരു ഹോപ്പ് ഉണ്ട്. ഐ ഹാവ് ഓൾവേസ് ഹാഡ് ദിസ് ഹോപ്പ് ലൈക്ക് ഐ വിൽ ബി ഗോയിങ് ബാക്ക്. തിരിച്ച് നാട്ടിൽ പോകും എന്നുള്ള ഒരു ഭയങ്കര ഒരു ഹോപ്പ് എനിക്ക് എവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പിന്നെ അങ്ങനെ കുറച്ച് നാൾ അങ്ങ് കഴിയുമ്പോഴത്തേനും പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനും ബിബിനും ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വി ആർ ലൈക്ക് ഗ്രോൺ അപ്പ് ഇൻഡിവിജ്വൽസ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് മോനുണ്ട്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ഈ ഡിസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നാൽ ഇറ്റ് വിൽ എഫക്ട് ഹിം. അപ്പം നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ് തിരിച്ച് നാട്ടിൽ പോകാമെന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റ് വിൽ ബി ഈസി. അവനെ കൊണ്ടുപോകാനും ഈസി ആയിരിക്കും. പക്ഷേ ഈ ഒരു തീരുമാനം ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവന് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. ലൈക്ക് ഹീസ് ഓൺലി 7 years old. അവൻ അത്രയ്ക്കും ഇവിടെ അങ്ങ് അവൻ ഇവിടെ തന്നെയാണ് ഇഷ്ടം. ഇപ്പം നാട്ടിലോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അവൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാനിങ്ങ് ഉറപ്പിച്ചു, ഞാൻ ഇവിടെ നിൽക്കാമെന്ന് ഉറപ്പിച്ചു. എന്നിട്ട് 3 വർഷം കഴിയുമ്പോൾ ഞാൻ വീണ്ടും തീരുമാനം മാറ്റുകയാണ്, ലൈക്ക് ഐ എം ഗോയിങ് ബാക്ക് എന്ന് വിചാരിച്ചാൽ അവനെ എനിക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവനെ എന്താന്ന് വെച്ചാൽ, ഞാനിപ്പം കേരളത്തെ കുറിച്ച് പറഞ്ഞ പോലെ ആയിരിക്കും അവന് ഇവിടുത്തെ കാര്യം. കാരണം അവൻ്റെ 10 വർഷത്തോളം അവന് ജീവിച്ചേക്കുന്നത് ഇവിടെയാണ്. അവൻ്റെ മെമ്മറീസ് മൊത്തം ഇവിടെയാണ്. അവന് നാടിനെ കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ അവനെ എനിക്ക് കൊണ്ടുപോകാനായിട്ട് പാടായിരിക്കും. അപ്പം കുറേ നാൾ ഈ 5 വർഷം പോണോ വേണ്ടയോ എന്നുള്ള ഒരു തിരിച്ചു മറിച്ചുള്ള തീരുമാനത്തിന് ശേഷം വി ഡിസൈഡ് ലൈക്ക് വി വിൽ ഗോ ബാക്ക്. ഈ വർഷം തന്നെ നമുക്ക് തിരിച്ചു പോവാം എന്നുള്ള ഒരു തീരുമാനം ഏകദേശം ആയി. ലൈക്ക് അതാണ്. അപ്പം ഈ 75% എനിക്കും തിരിച്ചു പോകാനുള്ള ആഗ്രഹം വേറൊന്നുമല്ല, നാടിനോടുള്ള എൻ്റെ ഒരു സ്നേഹമാണോ, ഐ ബിലോങ് ദെയർ എന്നുള്ള ഒരു ഭയങ്കര തോന്നൽ വരുന്നതുകൊണ്ടാണ് നമുക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഭയങ്കര ആഗ്രഹം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് ഐ ഡിസൈഡ് ടു ഗോ ബാക്ക്.
പിന്നെ 25% എന്നെ ഇവിടെ നിൽക്കാന്ന് എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ മോൻ തന്നെയാണ്. ലൈക്ക് അവനെ കുറിച്ച് ആലോചിക്കുമ്പം അവന് ഇവിടെ ഇഷ്ടമാണ്. ഹി ലൈക്സ് ടു ലിവ് ഹിയർ. അവൻ ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷനൊക്കെ ആലോചിക്കും. നാട്ടിലെ പോലെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എസ്പെഷ്യലി ഇൻ എലിമെന്ററി സ്കൂളിലൊന്നും ഭയങ്കര പഠിപ്പിക്കലോ ഭയങ്കര എന്താ പറയാ എക്സാംസ്, നാട്ടൊക്കെ ഒത്തിരി പരീക്ഷ അതും ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു ബാല്യമൊക്കെ അവന് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ നാട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേനും അവന് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ലൈക്ക് ഹി വിൽ ഹാവ് ടു ഗോ ത്രൂ ഒത്തിരി പഠിക്കണം, ഒത്തിരി എക്സാംസ്, അതൊക്കെ ആലോചിക്കുമ്പം ചെറിയൊരു വിഷമമുണ്ട്. പക്ഷെ എനിക്ക് ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. വേറൊരു സൈഡിൽ കൂടെ ആലോചിക്കുമ്പോൾ എനിക്ക് അവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഐ എം ഹാപ്പി ഓൾസോ, ബിക്കോസ് ലൈക്ക് അവനിങ്ങനെ എൻ്റെ പോലെ തന്നെ ഒത്തിരി ആൾക്കാരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തൊക്കെ മുന്നോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നാട്ടിൽ പോയാൽ ഞാൻ അങ്ങനെ ആലോചിക്കും, ഓക്കെ അവന് ഒത്തിരി നല്ല കുറെ അവന് നമുക്ക് പിള്ളേരെന്ന് പറയുമ്പോൾ അവർക്ക് ഒത്തിരി കളിക്കണം, ഒത്തിരി ഫ്രണ്ട്സ് വേണം, അതൊക്കെ അല്ലേ വേണ്ട. അപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവന് ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ കിട്ടും, ഒത്തിരി കളിക്കാനൊക്കെ പറ്റും. പിന്നെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പം ഐ എം ഹാപ്പി. പിന്നെ 25% അതാണ് ഞാൻ ചെറിയൊരു അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പിന്നെ 25% ഒരു 10% അങ്ങനെ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു 10% എന്ന് പറയുന്നത് മേ ബി ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ചെറുതായിട്ട് ഞാൻ മിസ് ചെയ്യുമായിരിക്കും. കാരണം ഇവിടുത്തെ നാട്ടിലെ ക്വാളിറ്റി ഓഫ് ലൈഫും ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫായിട്ട് കമ്പയർ ചെയ്യുമ്പം നല്ലൊരു വ്യത്യാസമുണ്ട്. ലൈക്ക് ഇവിടുത്തെ ഇപ്പം നമുക്കിവിടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മെയിൻലി ഇവിടുത്തെ ക്ലീൻലിനെസ് ആൻഡ് ലൈക്ക് നമുക്കിവിടെ നല്ല ശുദ്ധവായു കിട്ടാൻ പറ്റും, ശുദ്ധവായു കിട്ടും. ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ എനിക്ക് നടക്കാനായിട്ട് എന്തോരം സ്ഥലം ഉള്ളതെന്നറിയാം. വീട്ടിൽ നിന്ന് ഫ്രണ്ടിൽ കൂടെ ലൈക്ക് വി ഹാവ് ലോട്ട് ഓഫ് നമുക്ക് ഇങ്ങനെ നടക്കാൻ ഒത്തിരി സ്ഥലങ്ങൾ, ഒത്തിരി ട്രെയിൽസ്. ഇപ്പം ഞാനും ബേബിനും ഞങ്ങൾക്ക് ഒത്തിരി ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ വി വിൽ വാക്ക് എത്ര മൈൽസ് വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ നടക്കും. ലൈക്ക് അങ്ങനെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഞങ്ങൾ നാട്ടിൽ പോവാണെങ്കിൽ യൂഷ്വലി മോസ്റ്റ്ലി നമ്മൾ കൊച്ചിയിലായിരിക്കും. അപ്പം ഞാൻ നാട്ടിലിങ്ങനെ ഇരുന്നിട്ട് പുറത്തൂടെ ഇതുവഴി ഇങ്ങനെ നടക്കും. അങ്ങനെ ഒരു സ്ഥലം എവിടെയാ ഉള്ളതെന്ന് ആലോചിക്കുമ്പോൾ അതിപ്പോൾ ചെറിയൊരു വിഷമം തോന്നും കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ ഐ കനോട്ട് സീ എനി മച്ച് പ്ലേസ് ദയർ. പുറത്തോട്ട് അങ്ങനെ ആലോചിക്കുമ്പോൾ കുറേ റോഡുകളും കുറേ വണ്ടികളും ഇങ്ങനെ പോകുന്ന മാത്രമേ എനിക്ക് എൻ്റെ മനസ്സിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ ദൈവമൊന്നും അല്ലല്ലോ അവിടെ ചെന്നിട്ട് ഇവിടെ എല്ലാം മാറിയിട്ട് കുറേ സ്ഥലങ്ങൾ എനിക്ക് നടക്കാനായിട്ട് വരട്ടെ എന്നൊക്കെ പറയാനായിട്ടൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ലല്ലോ. ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. എൻ്റെ കയ്യിലില്ലാത്ത ഒരു കാര്യം അതാണ്. എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ മിസ് ചെയ്യുന്ന ഒരു കാര്യം അതായിരിക്കും. പിന്നെ ഇപ്പം നാട്ടിലെല്ലാവരും പറയുന്നത് ഭയങ്കര ചൂടാണെന്ന്. അത് എനിക്കറിയത്തില്ല, ഐ കനോട്ട് റിലേറ്റ്. കാരണം ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് 5 വർഷം മുന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് ഈ ഒരു ഭയങ്കര ചൂടിൻ്റെ ഒരു സംഭവം കൂടി വന്നതെന്ന് തോന്നുന്നു. ഈ ഗ്ലോബൽ വാർമിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇത്രയും ചൂട് എക്സ്ട്രീം ആയത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ചൂടുമായിട്ട് എനിക്ക് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാവൂന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇവിടെ നമുക്ക് വർഷത്തിൽ ഒരു 90% ഓഫ് ടൈം നമുക്കിവിടെ തണുപ്പാണ്. ലൈക്ക് പിന്നെ വല്ലപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സമ്മറിലൊക്കെ ചൂട് വരുമ്പം പിന്നെ ഇവിടെ നമുക്ക് AC ഉണ്ട്. അത് കാരണം തന്നെ നമ്മൾ വീടിനകത്തും ചൂട് നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടുത്തെ AC കറണ്ട് ചാർജ് എന്നൊക്കെ പറയുന്നത് യൂഷ്വലി സാധാരണ ഒരു കറണ്ട് ചാർജ് പോലെ ആകത്തുള്ളൂ. പക്ഷെ നാട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ AC മേടിച്ചാലും ഫുൾ ടൈം നമുക്ക് AC ഇട്ടിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, ആ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. അപ്പം ചൂട് അതുമായിട്ട് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ആവുമായിരിക്കും. പക്ഷെ കൊച്ചിന് എത്രത്തോളം അതൊരു ചെറിയൊരു എനിക്ക് അറിയത്തില്ല. മേ ബി ഹി വിൽ അഡ്ജസ്റ്റ് ലേറ്റർ. അപ്പോൾ അത് ചെറിയൊരു കൺസേൺ ഉള്ള ഒരു കാര്യമാണ്. യാ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ അവിടെ 75% നിന്നെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഈ 75% തന്നെയാണല്ലോ ഡെഫിനറ്റ്ലി കൂടുതൽ. അപ്പോൾ അത് കാരണം എനിക്ക് നാട്ടിൽ പോകാൻ തന്നെയാണ് എപ്പോഴും ആഗ്രഹം. പക്ഷെ നാട്ടിൽ പോകാന്ന് പറയുമ്പോഴത്തേനും ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയുമ്പോഴത്തേനും ഐ എം ഓക്കെ ടു ഗോ ദെയർ. പക്ഷെ അവിടുത്തെ ആൾക്കാർ ദേ വിൽ കീപ്പ് ഓൺ ആസ്കിങ് മീ, എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, അവിടെ എങ്ങാനും നിന്നാൽ പോലെ, അത്രയ്ക്കും നല്ലൊരു ലൈഫ്, അത്രയ്ക്കും ക്വാളിറ്റി ഓഫ് ലൈഫ്, അത്രയ്ക്കും അത് ഇതൊക്കെ ഇട്ട് എറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം. അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ലൈക്ക് ഞാൻ കഴിഞ്ഞ 35 വർഷവും ഞാൻ അവിടെയല്ലേ ജീവിച്ചത്, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരണ്ടെന്ന് അവിടെ ഉള്ളവർ പറയുമ്പോഴത്തേനും എനിക്കറിയാം എന്നോടുള്ള കൺസേൺ കൊണ്ടും എൻ്റെ ലൈഫ് നല്ല ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുമാണ് എല്ലാവരും പറയുന്നത് എനിക്കറിയാം. പക്ഷെ എനിക്കത് ചില സമയം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. ലൈക്ക് ഞാൻ അവിടെ നിന്ന് ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് അങ്ങോട്ട് വന്നാൽ എനിക്ക് അവിടെ ഈ 5 വർഷത്തിനുള്ളിൽ അവിടെ ഇങ്ങനെ തലകുത്തി മറിഞ്ഞൊന്നും എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഐ സീ ന്യൂസിലൊക്കെ ഇങ്ങനെ കുറെ അത് ഇത് കാണാറുണ്ട്. പക്ഷെ ഐ കനോട്ട് ടേക്ക് ഇറ്റ് ഇൻ ടു മൈ ഹെഡ്. ലൈക്ക് നാട് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞോ, അവിടോട്ട് വരുന്ന ഇത്രയ്ക്കും പ്രശ്നങ്ങളാണോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇൻ കേസ് ലൈക്ക് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്ന ഓരോ സംഭവങ്ങൾ വെച്ചിട്ടായിരിക്കും ചിലപ്പം ദേ ജഡ്ജ് മൈ ലൈഫ് ഹിയർ. ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ ഫോർ എക്സാമ്പിൾ കുക്കിങ്ങിലാണെങ്കിലും ഞാൻ വല്ലപ്പോഴും കുക്കിംഗ് വീഡിയോ ഇടുമ്പോഴത്തേനും ഞാൻ അതിനകത്ത് ഭയങ്കര ഹാഷ് പൂഷ് എന്തെങ്കിലും ഐറ്റം ഒക്കെ ഉണ്ടാക്കും.
അപ്പത്തേനും എല്ലാവരും വിചാരിക്കും ലൈക്ക് വീഡിയോസിന് ഹാസ് ദാറ്റ് ഇമ്പാക്ട് ഓൺ അതർ പീപ്പിൾസ് മൈൻഡ്. ഓക്കെ, ദിസ് ലേഡി ഈസ് ഓൾവേസ് ഹാവിങ് സം വെറൈറ്റി ഫുഡൊക്കെ കഴിച്ച്, പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇത്രയ്ക്കും ആസ്വദിച്ച് ജീവിക്കുന്ന ഒരാൾ ഇനി എങ്ങനെ നാട്ടിൽ വന്നിട്ട് സെറ്റ് ആവുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? ലൈക്ക് മേ ബി അങ്ങനെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷേ ലൈക്ക് എൻ്റെ വീഡിയോയിൽ മിക്കവാറും ഷോർട്ട് വീഡിയോ 1 മിനിറ്റ് വീഡിയോ ആയിരിക്കും. ആ 1 മിനിറ്റ് വീഡിയോയിൽ എൻ്റെ ലൈഫ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഇറ്റ്സ് ഓൺലി എ പാർട്ട് ഓഫ് മൈ 0.1% ഓഫ് മൈ ലൈഫ് ദാറ്റ് യു സീ ദർ. അതല്ല, അത് ഈ എൻ്റെന്നല്ല, ഇപ്പൊ ഈ വീഡിയോസ് ഇപ്പൊ അവിടെ കാണുന്ന വ്ളോഗ് ചെയ്യുന്ന എല്ലാവരുടെയും ലൈഫിന് അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല. സോ ലൈക്ക് അതും വ്യത്യാസമുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരിക്കലും ഞാൻ ഇവിടെ ജീവിച്ച് മരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് ദിസ് കൺട്രി, ഐ ലവ് ദിസ് കൺട്രി അ ലോട്ട്. ഇപ്പൊ എൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെ രാജ്യത്തെക്കാട്ടിലും എനിക്ക് ഒത്തിരി കോൺഫിഡൻസും, എനിക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ഗ്രോത്തും, കരിയർ ഗ്രോത്തും, ഹാപ്പിനെസ്സും, എല്ലാവരെയും മെന്റൽ സപ്പോർട്ടും എല്ലാം കിട്ടിയിട്ടുള്ള ഒരു രാജ്യമാണിത്. പക്ഷേ ഇപ്പം നേരെ തിരിച്ചു മറിച്ചോ, എനിക്ക് എൻ്റെ നാട്ടിലെ എൻ്റെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഐ ക്യാൻ സീ മൈസെൽഫ് ലൈക്ക് ഒത്തിരി കോൺഫിഡൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇല്ലാത്ത, എല്ലാം നേരെ ഓപ്പോസിറ്റ് ഉൾട്ട ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പൊ അതിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് കൺട്രി ഹാസ് ഗിവൺ മീ ലോട്ട് ഓഫ് തിങ്സ്. എന്നിട്ടും ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത് ഐ ക്യാൻ ഡു എ വെരി സ്മോൾ കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു, വല്ലപ്പോഴത്തേനും ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു, ലൈക്ക് വെരി വെരി ക്ലോസ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു. അപ്പൊ ആ വെരി ക്ലോസ് ഫ്രണ്ട് ആകുമ്പോഴത്തേനും അവരുടെ പേരൻസിനും നമ്മളോട് ഒരു സ്നേഹമായിരിക്കും അല്ലെ? അപ്പൊ അവര് നമ്മളെ ഭയങ്കര സ്നേഹമായിരിക്കും, നമ്മളെ ഒത്തിരി പൊക്കി, they will pamper us a lot. അവർ നമ്മളെ ചീത്ത പറയാനും വഴക്ക് പറയാനും ഒന്നും പോകുന്നൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ പേരൻസ് നമ്മളെ എപ്പോഴും വഴക്ക് പറയും, ചീത്ത പറയും, ഒക്കെ ചെയ്യും. പക്ഷെ നമുക്കറിയാം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കറിയാം അത് ഫ്രണ്ടിന്റെ പേരന്റും ഇത് എന്റെ സ്വന്തം പേരന്റും ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് എനിക്കൊരു ദിസ് ഇസ് അനദർ കൺട്രി ഫോർ മീ ആൻഡ് ഇന്ത്യ ഇസ് മൈ കൺട്രി. ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ട്. അപ്പൊ നാട്ടിലോട്ട് തിരിച്ചു പോകുമ്പം ആ ഒരു ബിലോങ്ങിങ് ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരു വേറെ ഫീലിംഗ് തന്നെയാണ്. അപ്പൊ ഞാൻ പറയത്തില്ല, എനിക്കിവിടെ ജീവിച്ച് മരിക്കുന്ന ആലോചിക്കാനേ പറ്റത്തില്ല. അല്ലെങ്കിൽ ചില സമയം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഐ യൂസ് ടു വണ്ടർ ലൈക്ക് വേർ ഐ ആം, ഇത് ഏതാ സ്ഥലം, ഞാൻ എവിടെയാണെന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ലൈക്ക് നമുക്ക് നമ്മുടെ രാജ്യം എപ്പോഴും വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്. പിന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ വേറൊരു കൊച്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വേറൊരു കൺസേൺ എന്താന്ന് വെച്ചാൽ, എല്ലാവരും പറയും, നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നവരൊക്കെ പറയും, കൊച്ചിന് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാകത്തില്ല, അവന്റെ എഡ്യൂക്കേഷൻ അത് അഫക്ട് ചെയ്യും, ലൈക്ക് അവൻ ഇവിടെ തന്നെ വളരുവാണെന്നുണ്ടെങ്കിൽ ഹി ഗെറ്റ് നൈസ് എഡ്യൂക്കേഷൻ ഹിയർ, ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ നല്ലപോലെ പോകും, പിന്നെ നല്ല ജോലി ഇൻ ഫ്യൂച്ചർ ഹി ക്യാൻ ഗെറ്റ് ഹിയർ, എവറിത്തിങ് ഈസ് കറക്റ്റ്, വെരി മച്ച് കറക്റ്റ്. അവന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അവന്റെ ചൈൽഡ്ഹുഡ് ഒക്കെ അവൻ എൻജോയ് ചെയ്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഹയർ ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേനും അത്യാവശ്യം നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസും ഒക്കെ എഴുതിയാലേ പിന്നെ കയറി പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ ഒരു ചൈൽഡ്ഹുഡിൽ ഹി വിൽ ഹാവ് എ നൈസ് ഹാപ്പി ചൈൽഡ്ഹുഡ്, അത് വളരെ കറക്റ്റ് ആണ്. പക്ഷേ എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, അവന് ഒറ്റ മോനാണ്, ലൈക്ക് എന്തെങ്കിലും ഒരു കാലത്ത് ഞാനും ബിബിനും വി ആർ നോട്ട് ഹിയർ ഇൻ ദിസ് വേൾഡ്, അങ്ങനെ വരുമ്പോഴത്തേനും അവൻ ഇവിടെ ജീവിക്കുമ്പം അവനൊരു ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വന്നാലോ, വാട്ട് അബൌട്ട് ദാറ്റ്? അപ്പൊ എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു തിരിച്ചു പോകാന്നുള്ള ഡിസിഷൻ ഭയങ്കരമായിട്ട് എടുത്തത് കേട്ടോ. കാരണം കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ വർഷം ലൈക്ക് 2023 എൻ്റെ ഒക്കെ ആയപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഓക്കെ എങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാം, ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഓൾ ഓണസ്റ്റ് ഐ ഹാഡ് ദിസ് തോട്ട് ഇൻ മൈ മൈൻഡ്, ലൈക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു, കുറച്ച് നാൾ കഴിയുമ്പം നമുക്ക് പ്രായമാവുന്നു, നമ്മൾ പോകുന്നു, പിന്നെ ഇവിടെ ഉള്ളത് കുച്ചു മാത്രം. മേ ബി ഹി വിൽ ഫൈൻഡ് ഹിസ് ഫാമിലി എന്നാണെങ്കിലും. പക്ഷേ അവൻ ഇവിടെ എങ്ങനെ ഒറ്റപ്പെട്ടു പോവുമോ എന്നുള്ള ഒരു ഭയങ്കര ഒരു വിഷമം എനിക്ക് പെട്ടെന്ന് വന്നു. കാരണം ഇപ്പൊ നാട്ടിലോട്ട് അത് നേരെ തിരിച്ചു ഞങ്ങൾ നാട്ടിൽ പോയി ഒരു 10 വർഷമൊക്കെ അവൻ അവിടെ നിന്നാൽ അവൻ അവിടുത്തെ ഒരു എക്സ്പോഷർ കിട്ടും. ഹി വിൽ ബിൽഡ് സം ഫ്രണ്ട്സ് ഓർ ഫാമിലി, ഹി വിൽ നോ ഹിസ് റിലേറ്റീവ്സ്, ഫാമിലി ഒക്കെ അവന് അറിയാൻ പറ്റും അല്ലെ? പക്ഷെ നേരെ മറിച്ച് അവൻ ഇവിടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവന് ഒരു ഫ്രണ്ട്സും സർക്കിളും ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ അവൻ ഇവിടെ ഒറ്റപ്പെട്ടു, അവൻ ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അവന്റെ സ്വന്തം രാജ്യം എന്ന് പറയാനായിട്ട് വിൽ ഹി ഹാവ് എ കൺട്രി? അവൻ അവിടെ പോയാലും അവൻ അവിടെ ബിലോങ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടത്തില്ല. കാരണം അവൻ അവിടെ ഒരു പരിചയമില്ല. അവൻ എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിലേ ഫസ്റ്റ് ഓഫ് ഓൾ അവന് പോകാൻ പറ്റത്തുള്ളൂ. അത് പറ്റത്തില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഇപ്പൊ നിങ്ങൾ റീസെന്റ് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴത്തേനും നിങ്ങൾ കുറെ ന്യൂസ് ഒക്കെ കണ്ടു കാണുമായിരിക്കും. ഓൾ ഓൺ എ സഡൻ ഇല്ലീഗലായിട്ട് ഇവിടെ നിന്ന നമ്മളിപ്പോൾ ഇല്ലീഗൽ ഒന്നും അല്ല, വി ആർ വെരി ലീഗൽ ഹിയർ, ഞാൻ പറയുകയാണ്. പക്ഷെ ഓൾ ഓൺ എ സഡൻ ഇല്ലീഗലായിട്ട് ഇവിടെ നിന്ന കുറെ ആൾക്കാർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. 10, 30, 35 വർഷം ദേ ആർ ലിവിങ് ഹിയർ. പക്ഷെ അവർ ഇല്ലീഗലാന്ന് കണ്ടുപിടിച്ചപ്പോഴത്തേനും അവരെ ഇവിടുന്ന് പറഞ്ഞു വിടുവാണ് അവരുടെ നാട്ടിലോട്ട്. പക്ഷെ അവിടെ നാട്ടിലോട്ട് പോയാൽ അവർക്ക് ഒരു ഐഡിയ ഇല്ല അവിടെ ആരാ എന്താണുള്ളത്, അവരുടെ രാജ്യമാണ് അവിടെ ഒന്നിനെ കുറിച്ച് അവർക്ക് അറിയില്ല.
അവർക്കറിയാവുന്ന ഈ ഒരു രാജ്യം മാത്രമാണ്, അവരുടെ ബന്ധങ്ങളെല്ലാം ഇവിടെയാണ് അവർക്ക്. പക്ഷേ ഈ ഒരു രാജ്യത്ത് അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് അവർ അവരുടെ നാട്ടിലോട്ട് പോകേണ്ടി വരുന്നതും അങ്ങനെ കുറേ ന്യൂസൊക്കെ നിങ്ങളും കണ്ടു കാണുമല്ലോ. ലൈക്ക് ദേ ആർ നോട്ട് ഏബിൾ ടു അഡ്ജസ്റ്റ്, ദേ ആർ നോട്ട്, അവർ വേറൊരു രാജ്യത്ത് ഒരു അന്യനെ, സ്വന്തം രാജ്യത്ത് അന്യരെ പോലെ ജീവിക്കേണ്ടി വരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥ കുച്ചുവിന് എന്തെങ്കിലും ഇൻ ഫ്യൂച്ചറിൽ അവന് തോന്നിയാൽ, തിരിച്ച് നാട്ടിലോട്ട് പോകണം എന്ന് തോന്നിയാൽ, അവന് അവിടെ ഒരു റൂട്ട് വേണ്ടേ. ഹീ ഷുഡ് നോ സമ്മൺ ഓവർ ദർ, ഹീ ഷുഡ് ബി ഏബിൾ ടു റിലേറ്റ്, അവിടുത്തെ കൾച്ചറായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു മിനിമം അവൻ്റെ ഒരു ലൈഫിൽ കുറച്ച് നാളെങ്കിലും അവൻ അവിടെ നിൽക്കട്ടെ. അവൻ അവിടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന് പോയാൽ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റാതെ വന്നാൽ ഇൻ ഫ്യൂച്ചർ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. ഐ വിൽ ഡെഫിനറ്റ്ലി റിഗ്രറ്റ് അബൌട്ട് ദാറ്റ്. ലൈക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല, കാരണം ഞാൻ പോകുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ലൈക്ക് ഐ കനോട്ട് തിങ്ക് മൈസെൽഫ് ആസ് ലിവിങ് ഹിയർ ഫോർ ലൈക്ക് എവർ ലൈക്ക് ദാറ്റ്. ഇതിപ്പോ ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീനിയനും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ഒരു ഇതൊക്കെയാണ്. ഇത് ആരുമായിട്ടും കമ്പയർ ചെയ്യുമെന്നോ ആർക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവത്തില്ല. കാരണം നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ആയിരിക്കില്ല. ഇവിടെ ചില ആൾക്കാർ, ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ, ലൈക്ക് ഹി കെയിം ഹിയർ ആൻഡ് വെരി നെക്സ്റ്റ് ഇയർ ഹി മെയ്ഡ് ഷുവർ ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് സെറ്റിൽ ഹിയർ. പുള്ളി അപ്പം അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ലൈക്ക് അവർ ചില ആൾക്കാർ ദേ വിൽ മേക്ക് ഇറ്റ് ഷുവർ, ലൈക്ക് അവരുടെ ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ചില ആൾക്കാർ അവിടെ വേണോ ഇവിടെ വേണോ അവിടെ വേണോ ഇവിടെ വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരുണ്ടാവും. ചില ആൾക്കാരല്ല, ഇനി കുറച്ച് തിരിച്ചു പോവാം എന്നുള്ള സിറ്റുവേഷനിലോട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ രീതിയിലല്ലോ. ഇതിപ്പോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ കുച്ചുവിന്റെ കേസിൽ നമ്മൾ ഇനിയിപ്പോ ഇൻ കേസ് നമുക്ക് നാട്ടിൽ പോയിട്ട് അവിടെ സെറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ തിരിച്ചു വരാനുള്ള ഓപ്ഷൻസിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ റെഡി ആക്കിയിട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ വി ഡെഫിനറ്റ്ലി വാണ്ട് ടു ഗോ ബാക്ക് ആൻഡ് ലീവ് ദെയർ ഫോർ, നമുക്കിപ്പം അവിടെ സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ വി വാണ്ട് ടു ലീവ് ദെയർ ഫോർ മോർ ടൈം. അതെങ്ങനെയാന്ന് വെച്ചാൽ, പക്ഷെ നമുക്ക് കുറച്ച് നാട്ടിൽ പോയിരിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. സോ ഇതിപ്പം ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാര്യം, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഐ സോ വൺ കമന്റ്, സമ്മൺ ആസ് ലൈക്ക് ഇവിടെ ഇഷ്ടമാണോ, അല്ല ഇവിടെ വീടൊക്കെ മേടിച്ചു ഇവിടെ സെറ്റിൽ ആവാനാണോ ഇഷ്ടം, ഞങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇവിടെ അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല, ഒത്തിരി ആൾക്കാർക്ക് ദേ ഗോ ടു ദിസ് കൺഫ്യൂസ് സ്റ്റേജ്. അവിടെ വേണം ഇവിടെ വേണം. പക്ഷെ നമ്മളൊരു ഡിസിഷൻ എടുത്തല്ലേ പറ്റത്തുള്ളൂ. നമ്മളെ പിടിച്ചു നിർത്തുന്ന ഈ ക്വാളിറ്റി ഓഫ് ലൈഫും എല്ലാം പറയുമ്പോൾ തന്നെ വേറൊരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു മണി ഫാക്ടർ ഒരു ഭയങ്കരമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് നാട്ടിലൊരു 10 വർഷം നമ്മൾ ജീവിച്ചിട്ട് ഏൺ ചെയ്യുന്ന ഒരു പൈസ നമുക്ക് ചിലപ്പോൾ ഇവിടെ 1 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഐ മീൻ ലൈക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടല്ല, നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും ഇപ്പൊ IT പ്രൊഫഷണൽസ് ആയിട്ടൊക്കെ വരുന്നവര്, ഐ എം നോട്ട് an IT പ്രൊഫഷണൽ, ഐ മീൻ സയൻസ് ഫീൽഡാണ്. പക്ഷെ IT പ്രൊഫഷണൽസിനൊക്കെ അവരിപ്പോൾ 1 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന സാലറി ചിലപ്പോൾ 1 വർഷം കൊണ്ട് 1-2 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്കും ഹ്യൂജ് സാലറി ദേ ഗെറ്റ് ഹിയർ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മളൊരു മണി ഫാക്ടർ ഉണ്ട്, അത് നമ്മളെ ഭയങ്കരമായിട്ട് ഇവിടെ പിടിച്ചു നിർത്തും. ഇങ്ങനെ ആലോചിക്കുമ്പോൾ തിരിച്ചു പോയാൽ നമ്മളിങ്ങനെ വീട് സ്റ്റാർട്ട് കമ്പയർ, അവിടെ കിട്ടുന്ന സാലറി ഇവിടെ കിട്ടുന്ന സാലറി കമ്പയർ ചെയ്യുമ്പോൾ അയ്യോ ഭയങ്കര ഒരു ഹ്യൂജ് ഡിഫറൻസ് വരും. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ വേണ്ട ഇവിടെ തന്നെ സെറ്റിൽ ആവും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാക്രിഫൈസ് ചെയ്താലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടത്തില്ലല്ലോ. ഇപ്പൊ നാട്ടിലെ കൾച്ചറും ഇവിടെ കിട്ടുന്ന മണി എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടത്തില്ല. ലൈക്ക് സംവെയർ വി വിൽ ഹാവ് ടു സാക്രിഫൈസ്. സോ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. എനിവേ ഐ എം ഹാപ്പി ടു ഗോ ബാക്ക് ടു ഇന്ത്യ. ലൈക്ക് 75% ഓഫ് മീ ഈസ് വെരി ഹാപ്പി ആൻഡ് 25% ഈസ് ലൈക്ക് ചില മിസ്സിങ്. ലൈക്ക് മേ ബി ലൈക്ക് ഇപ്പം നമുക്കിവിടെ ഒരു പ്രൈവറ്റ് ലൈഫ് നമുക്ക് നല്ലപോലെ ഉണ്ട്. അപ്പം നാട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേനും അത്രേ ഒരു പ്രൈവറ്റ് ലൈഫ് ഒന്നും കിട്ടത്തില്ലായിരിക്കാം. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നു. ചിലപ്പോൾ നാട്ടിൽ ചെന്നിട്ട് അത് ഓവറായിട്ട് കിട്ടുമ്പോൾ അതും ഒരു നെഗറ്റീവായിട്ട് തോന്നിയേക്കാം. ബട്ട് വി ഹാവ് ടു സംഹൗ ഫൈൻഡ് എ ബാലൻസ് എവരിവെയർ അല്ലേ. അത്രേ ഉള്ളൂ. അപ്പൊ 20 മിനിറ്റ് ആയി എൻ്റെ വീഡിയോ. അപ്പം ഞാൻ ഇന്ന് പാപ്പനല്ല വേറെ ആരോ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ഐ വിൽ സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. അപ്പൊ എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഓൾ, ബൈ ബൈ.